കോഴിക്കോട് വടകരയിലെ കാണാതായ യുവാവിന് വേണ്ടിയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ആയഞ്ചേരി സ്വദേശി വിഷ്ണുവിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വടകര ബസ് സ്റ്റാൻഡിൽ കൂട്ടുകാരനോടൊപ്പം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. മുബാറക്ക് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. മുബാറക്ക്, ഇത് എന്നത്തെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്? ഈ വിഷ്ണുവിനായുള്ള അന്വേഷണം ഇപ്പോൾ കർണാടകത്തിലേക്ക് അടക്കം വ്യാപിപ്പിച്ചു എന്നാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? സേതു, വിഷ്ണുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പോലീസ് വിഷ്ണുവിൻ്റെ അന്വേഷണത്തിനായി കണ്ടെത്തുന്നതിനായിട്ടുള്ള ഊർജിതമായൊരു അന്വേഷണം കർണാടക കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴും അവസാനമായി വടകരയിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് 13-ാം തീയതിയിലത്തെ, അതായത് വിഷ്ണുവിനെ കാണാതാവുന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ്. 2 മണി സമയത്ത്, ഉച്ചയ്ക്ക് 2 മണി സമയത്ത് ബസ് സ്റ്റാൻഡിൽ തൻ്റെ കൂട്ടുകാരനോടൊപ്പം ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ഇത് കഴിഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങളുടെ പിൻഭാഗത്തായി ഒരു ATM കൗണ്ടർ ഉണ്ട്. ആ ATM കൗണ്ടറിൽ എത്തി 1000 രൂപ പിൻവലിച്ചു എന്നുള്ള ഒരു വിവരവും ഈ കൂട്ടുകാരനിൽ നിന്ന് പോലീസ് മൊഴിയായി എടുത്തിട്ടുണ്ട്. ഇത് ഈ പണം ഈ കൂട്ടുകാരൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയച്ചിട്ട് അതിൽ നിന്ന് ATM വഴി പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. ഈ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്, അതായത് ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ വിഷ്ണു തൻ്റെ സഹോദരങ്ങൾക്ക് അയച്ചൊരു ചാറ്റുണ്ട്. അതിന് മുൻപുള്ള ഒരു ദൃശ്യങ്ങളാണ്. കാരണം ഈ പണം പിൻവലിച്ചതിന് ശേഷമാണ് തൻ്റെ കുടുംബത്തിന്, തൻ്റെ സഹോദരിക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നത്. താൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുകയാണ്. തൻ്റെ കൂട്ടുകാരന് വസ്ത്രമെടുക്കുന്നതിനായിട്ട് കോഴിക്കോട്ടേക്ക് പോകേണ്ടതുണ്ട്. തനിക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. അതായത് ഒരു ലോൺ ആപ്പിൽ നിന്ന് ചെറിയൊരു കുറച്ച് പണം കടമായി എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കുന്നതിൽ ചെറിയ പ്രതിസന്ധിയുണ്ട്. താൻ അല്പം വൈകിയാണ് ഇന്ന് വീട്ടിലേക്ക് എത്തുക എന്നടക്കമുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. ഈ മെസ്സേജ് അയക്കുന്നതിന് അല്പം മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ്, ഈ ഒരു ചാറ്റോട് കൂടിയിട്ടാണ് വിഷ്ണുവിനെ പിന്നെ കാണാതാകുന്നത്. ഒടുവിൽ എന്തായാലും കർണാടക കേന്ദ്രീകരിച്ച്, മംഗലാപുരം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, അപ്പം വിഷ്ണുവിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്.